കെ.സി. വേണുഗോപാലിൻ്റെതാണ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. അതിൻ്റെ സാഹചര്യം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. കെ.സി. വേണുഗോപാലിനുള്ള ഏറ്റവും അനുകൂലമാകുന്ന ഘടകം എന്നത് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ ഉള്ള സ്വാധീനമാണ്. ഗാന്ധി കുടുംബത്തിൽ ഉള്ള സ്വാധീനം തന്നെയാണ്. ഇപ്പോഴും ഹൈക്കമാൻഡിലെ ഏറ്റവും നിർണായക ചാലക ശക്തിയായി വർത്തിക്കുന്നത് കെ.സി. വേണുഗോപാൽ എന്ന മലയാളിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ അന്തിമ വാക്ക് എന്നത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്താൻ സാധിക്കുന്ന നേതാവാണ് ഈ കെ.സി. വേണുഗോപാൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ പോലും നമുക്കറിയാം ഇത്തവണ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിരവധിയായ സ്ഥാനാർത്ഥികൾ യുവാക്കൾ ഇടം നേടിയിരുന്നു. സാഹചര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു കയറിയിട്ടുള്ള എ ഡി തോമസിനെ പോലെയുള്ള നേതാക്കൾ വളരെ അപ്രതീക്ഷിതമായി പട്ടികയിലേക്ക് ഇടം നേടിയവർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ ആളുകൾ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിയുക്ത MLA-മാരിൽ ഭൂരിഭാഗവും ഈ ഘട്ടത്തിൽ കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അത് വലിയ അനുകൂലമാകുന്ന മറ്റൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് MP-മാരുടെ നിലപാട് നിർണായകമാവുക എന്നത്. നിരീക്ഷകർ MLA-മാരിൽ നിന്ന് മാത്രമല്ല MP-മാരിൽ നിന്ന് അടക്കം അഭിപ്രായങ്ങൾ ആരായും. ആ MP-മാരെ നമുക്കറിയാം VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ MP-മാരിലും ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ഒരു പക്ഷേ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരിക്കാം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അത് K. സുധാകരൻ്റേതാണ്. അതായത് കേരളത്തെ നയിക്കാൻ പ്രാപ്തനായ ഒരാൾ കെ.സി. വേണുഗോപാൽ ആണ് എന്ന് പരസ്യമായി തന്നെ FB-യിൽ കുറിച്ചിരുന്നു എന്നതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഭരണതലത്തിലെ അനുഭവ സമ്പത്താണ്. അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ കേരളത്തിലെ മന്ത്രിസഭയിലും കേന്ദ്രത്തിലെ മന്ത്രിസഭയിലും ഒക്കെയുള്ള മെയ് വഴക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മാധ്യമങ്ങളടക്കം VD സതീശനിലേക്കും ഒപ്പം രമേശ് ചെന്നിത്തലയിലേക്കും ഫോക്കസ് ചെയ്തപ്പോൾ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ നിർണായകമായത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. നിരവധി വിമതർ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെയൊക്കെ പൊടുന്നനെ ഇടപെടാനും അവിടെ ആ വിമതരെ അനുനയിപ്പിക്കാനും ഒക്കെ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത്തരം ചില ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടാകും. ചില നേതാക്കളെ കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ഇതിനുശേഷം നമ്മൾ കൃത്യമായി കണ്ടിരിക്കും, ഇടം നൽകിയിരിക്കും എന്നതൊക്കെ. അതൊക്കെ സംഘടനാ തലത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒന്നാണ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത സാമുദായിക സംഘടനകളുമൊക്കെയായി കെ.സി. വേണുഗോപാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ബന്ധം, ഇതെല്ലാം കെ.സി. വേണുഗോപാലിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അതായത് എ ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പുകൾ അങ്ങേയറ്റം അപ്രമാദിത്വം പുലർത്തിയിരുന്ന സമയത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പിന്തുണ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ചോദിക്കുന്നത്, കേരളത്തിലേക്ക് കോൺഗ്രസ് നിരീക്ഷകർ എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ ആരുടെ പേരായിരിക്കും പറയുക അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? ചാണ്ടി ഉമ്മൻ VD സതീശൻ്റെയോ അതല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേരല്ല പറയാൻ പോകുന്നത്, കെ.സി. വേണുഗോപാലിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസം പുലർത്തുന്ന കെ.സി. അനുഭാവികൾ കൂടിയുണ്ട് ഇപ്പോൾ എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആണ് കെ.സി. വേണുഗോപാൽ അനുകൂലികൾ ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുപോയി വിമതരെ അനുനയിപ്പിക്കാനായത് കെ.സിക്ക് തന്നെയാണ് എന്ന്. ഇനിയിപ്പോൾ നമ്മൾ കെ.സിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുണ്ടാകുന്ന പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന് ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. VD സതീശനെ പോലെ ഒരാളെ ഉയർത്തി കാണിച്ച ശേഷം മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് കേരളത്തിൻ്റെ ജനത അംഗീകരിക്കില്ല, വലിയ തിരിച്ചടിയായി മാറും എന്ന തരത്തിലൊക്കെ VD സതീശൻ അനുഭാവികൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ എന്തിന് ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കിക്കൊണ്ട് കേരളത്തിലേക്ക് തിരികെ എത്തിക്കണം എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ വന്നേക്കും. നമുക്കറിയാം 1 അല്ല 2 ഉപതെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്നതാണ്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ തന്നെ MLA അല്ല, അതുകൊണ്ട് ഏറ്റവും സേഫായ ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതായി വരും. അങ്ങനെ മത്സരിക്കുകയും അതിനുശേഷം അദ്ദേഹം വിജയിക്കുകയും ചെയ്താൽ MP സ്ഥാനത്തേക്ക് മറ്റൊരു ഒഴിവ് കൂടി വരും. അതായത് കെ.സി. വേണുഗോപാൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും MP സ്ഥാനം രാജിവെക്കാതെ ആയിരിക്കും മത്സരിക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് വിജയപരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അങ്ങനെയെങ്കിൽ 2 തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, അത്
സംഘടനാ തലത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു പക്ഷേ അനുഭാവികൾക്കോ അല്ലെങ്കിൽ ഇഷ്ടക്കാർക്കോ ഒന്നും ഇത് പ്രധാനപ്പെട്ടതാകണമെന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കെ.സി. വേണുഗോപാലിന് മാറി നിൽക്കേണ്ടതായി വരും. മുഖ്യമന്ത്രിയായാൽ പിന്നീടുള്ള 5 വർഷക്കാലം കേരളത്തിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല. നമുക്കറിയാം പ്രതിപക്ഷത്ത് ഇടതുപക്ഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. അങ്ങനെയൊരു സാഹചര്യത്തിൽ സംഘടനാ തലത്തിൽ ദേശീയ ശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കേരളം, ഇപ്പോൾ കർണാടകം, അതോടൊപ്പം തന്നെ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലാണ് കൂടുതലായി അധികാരത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കുന്നത്. അവിടെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ്, ഇപ്പോൾ കർണാടകത്തിലെ തന്നെ പല മന്ത്രിമാരുമായും ഒക്കെ ഏറ്റവും അടുത്ത ബന്ധം ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി അടുപ്പം പുലർത്തുന്ന, ഒരു പരിധിവരെയെങ്കിലും സാമ്പത്തികമായി വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന് അത്തരത്തിൽ പോലും ആളുകളുമായി ഇടപെട്ട് നേതാക്കളുമായി സംസാരിച്ച് അത്തരം ഒരു സാമ്പത്തിക വശം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ തീർച്ചയായും കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മാറി നിന്നാൽ അത് ദേശീയ നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.